ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ അന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ എൻ്റെ അനിയനെ എഴുത്തിലെത്താൻ പോവാണ് മൂക്കാമ്പക്കേക്ക്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഗായ്സ് ട്രെയിൻ വന്നു കേട്ടോ ഗായ്സ്. ഞങ്ങളൊരു 18 പേരാട്ടോ ഉണ്ടായിരുന്നത്. പിന്നെ ഗായ്സ് ഞങ്ങൾ അവിടെ ട്രെയിനിൽ ഇറങ്ങി പൈന്തൂര് ഇറങ്ങി. പിന്നെ ഞങ്ങൾ നേരെ ബസ്സിൽ കയറി കൊല്ലൂരിക്ക് പോവുകയാണ് കേട്ടോ ഗായ്സ്. അപ്പോൾ ഗായ്സ് മൂകാംബികത്തെ അമ്പലത്തിൻ്റെ കവാടമാണിട്ടത്. അപ്പോൾ ഗായ്സ് ഞങ്ങൾ കൊല്ലൂർ ബസ് സ്റ്റാൻഡിലെത്തി ഇനി റൂമിലോട്ട് പോവുകയാണ്. പിന്നെ ഗായ്സ് ഞങ്ങളവിടെ ചെന്നിട്ട് റീൽസൊക്കെ കുറേ എടുത്തു. അപ്പോൾ ഗായ്സ് ഞങ്ങളവിടെ ചെന്നിട്ട് അന്നദാനം കഴിച്ചു. പിന്നെ ഗായ്സ് ഞങ്ങൾ എൻ്റെ അനിയനെ എഴുത്തിനിരുത്തി. പിന്നെ ഗായ്സ് ഭരതനാട്യത്തിൻ്റെ 2 സ്റ്റെപ്പ് ഞാൻ സരസ്വതി നല്ലത്തിൽ ചവിട്ടി. ഗായ്സ് ഞങ്ങൾ മൂകാംബികയിൽ കുറേ ഫോട്ടോസ് എടുത്തു ഗായ്സ്. പിന്നെ ഗായ്സ് ഞങ്ങളിതൊരു യൂട്യൂബറിനെ കണ്ടു. ഞങ്ങൾ 3 ദിവസം അവിടെ നിന്നു. 2 ദിവസം രാവിലെയും വൈകിട്ടും തൊഴുതു. സീസൺ അല്ലാത്തതുകൊണ്ട് തിരക്കൊന്നുമില്ലായിരുന്നു. പിന്നെ ഗായ്സ് ഞങ്ങൾ നേരെ കുടജാത്രയ്ക്കാണ് പോയത്. നല്ല മഴ ഉണ്ടായിരുന്നു. ഉച്ചയ്ക്ക് 12 മണിക്കാണ് ഞങ്ങൾ പോയത്. ഞങ്ങൾ ജീപ്പിലാണ് പോയത്. ഒരു ജീപ്പിൽ 8 ആൾക്കാണ് പോകാൻ പറ്റുക. ഒരാൾക്ക് 450 രൂപയാണ് ജീപ്പിന്. 1.5 മണിക്കൂർ നമുക്ക് അങ്ങോട്ട് കയറാനും 1.5 മണിക്കൂർ റിട്ടേണും 1 മണിക്കൂർ നമുക്ക് അവിടെ സ്പെൻഡ് ചെയ്യാനും. ദൂരെ വെൺമലയിൽ സൂര്യൻ പൊന്നണിയും നേരം കണ്ടുണരാൻ പോര്. കാറ്റിൻ ഗതിയറിയാതോരോ വഴികളിലും പോകാൻ നീയുണ്ടിൽ പോര്. പേമാരിക്കോളും വന്നേ കാറിൻ കലമേലെ കണ്ടേ മഴ മൂടും മാമല മുകളിൽ ഇടിമിന്നൽ തൂന്നതുമുണ്ട്. പേമാരിക്കോളും വന്നേ കാറിൻ കലമേലെ കണ്ടേ മഴ മൂടും മാമല മുകളിൽ ഇടിമിന്നൽ തൂന്നതുമുണ്ട്. ദൂരെ വെൺമലയിൽ സൂര്യൻ പൊന്നണിയും നേരം കണ്ടുണരാൻ പോര്. മായാലോകം കണ്ടു രസിക്കാൻ ഏനുണ്ടട തന്തോയം. മേഘത്തേരിൽ പാറി നടക്കാൻ ഏനുണ്ടട തുള്ളാട്ടം. കാടിൻ നടുവിൽ കൂടുണ്ടാക്കാൻ
അതാ ഞങ്ങൾ കുടജാത്രി ടോപ്പിലെത്തി. ഇതാണ് സർവജ്ഞ പീഠം. ഇതാണ് ശങ്കരാചാര്യർ തപസ്സിരുന്ന സ്ഥലം. ഇനി ഇതാ ഇവിടെ നിന്ന് തൊഴുതിട്ടൊക്കെ പോകാം. നല്ല തണുപ്പാണ്, നല്ല കോടയാണ്. ഇവിടെ അസാധ്യ വൈബാണ് ഗൈസ്. ഇവിടെയൊക്കെ വന്ന് കാണേണ്ടത് തന്നെയാണ്. ഞങ്ങൾ കുറച്ച് സമയം അവിടെ ചിലവഴിച്ചു. പിന്നീട് ഞങ്ങൾ സാവധാനം ഇറങ്ങി. ഞങ്ങളെ ജീപ്പ് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.